എന്താ? വെറുതെ അല്ല അളിയനെ തച്ചോളി വർഗീസ് എന്ന് വിളിക്കുന്നേ. ഒറിജിനൽ തച്ചോളി ഉദയനെ പോലും ഇത്രയും വരികയില്ല. ഇത് കളരിയാ. അളിയൻ വീട്ടിലോട്ട് പോ. അത് പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. മാത്രമല്ല ഇന്ന് തന്നെ നമുക്കങ്ങ് ഏത് വയനാട്ടിലേക്ക് പോയേ പറ്റൂ. ഇന്ന് തിരിച്ചായ എങ്ങനെയാണേലും നാളെ ഉച്ചയ്ക്കും അങ്ങ് എത്താലോ. അതെ, ഇത് വീട്ടുകാര്യം പറയാനുള്ള സ്ഥലമല്ല. മനസ്സിലായില്ലേ? മനസ്സിലായി. അത് പോട്ടെ, എവൻ എന്നെ ആളിയാ കളറി കയറാതെ പുറത്ത് തൊളിഞ്ഞു നോക്കുന്നേ. അവന് ഇതിനകത്ത് കയറിയ നില ഉറക്കിയല്ല. ഏകലവ്യന്റെ ജന്മമാ. എല്ലാം ഒളിഞ്ഞു നോക്കിയാലേ അവൻ കാണൂ. ആ തള്ളയുടെ സ്വഭാവം തന്നെയാ ചെറുക്കനും കിട്ടിയിരിക്കുന്നത്. പണ്ട് ജോണിമോന്റെ പ്രായത്തില് ഓമനിക്ക് ഈ ഒളിഞ്ഞു നോട്ടം ഉണ്ടായിരുന്നു. ഒളിഞ്ഞു നോക്കാൻ നിന്നാ വേണ്ടാത്തതൊക്കെ അല്ലേ കാണൂ. പെണ്ണാണെങ്കിൽ നാണമില്ലാതെ ഒക്കെ അങ്ങ് വിളിച്ചു പറയുകയും ചെയ്യും. ഒരിക്കൽ ഞാനും പിള്ളേരുടെ അപ്പനും അങ്ങ് വല്ലാതായി പോയെന്ന്. അമ്മച്ചക്ക് ജീവനാണെന്ന് പറഞ്ഞ് ഓമനെ മെനക്കെട്ടിരുന്നുണ്ടാക്കിയതാ. എന്നതാ? അപ്പനോസുണ്ട് അച്ചപ്പോ. അവക്ക് എന്നെ കൊണ്ട് ഏതാണ്ട് കാര്യം സാധിക്കാനുണ്ട്. അതിനായി ഉണ്ടേം കുഴലും കുടച്ചക്രമൊക്കെ. എന്നതാ മാത്തുക്കുട്ടിയെ, നീ എന്നതാന്ന് പറ. ഈ അടിയും തടയൊക്കെ അറിയാവുന്ന ഒരു അളിയിലിരിക്കുമ്പോ കണ്ട ഊച്ചാലിലെടുത്ത് നമുക്കങ്ങ് തോച്ചു കൊടുക്കാൻ ഒക്കൂ. ഇതെന്നതാ മാത്തുക്കുട്ടിയെ? നീയും കെട്ടിയോളും കൂടെ കൃഷി ചെയ്ത് ജീവിക്കാനാണോ പോയത്, അതോ അതിര് തർക്കത്തിനും വക്കാണത്തിനും ആളെ കൂട്ടാനോ? എന്റെ അമ്പച്ചിയെ, ഇത് മാത്തൂട്ടിയുടെ ഓമനയുടെ മാത്രം പ്രശ്നമല്ല, കുടിയേറ്റക്കാരുടെ അസ്താറുകളുടെ മുഴുവൻ പ്രശ്നമാ. അവിടുത്തെ അന്യജാതിക്കാരും മുള്ളും മടക്കി കൊടുത്ത് മീശയും പിരിച്ച് ആരാടാതെ ചോദിക്കുമ്പോ നമ്മൾ എന്നാ വേണം? ഓശാല പാടണോ? നിന്റെ മൂക്കിന് താഴെ ഏതാണ്ട് പറ്റിയിരിക്കുന്നു. തുടച്ചുകള. പോയോ അമ്പച്ചി? ഓ, അത് മീശയായിരുന്നോ? എന്നാ പോയി ചെരച്ചുകള. ആണോന്നും പറഞ്ഞു നടക്കുന്നു. ഒരുത്തൻ തിരിഞ്ഞു നിന്ന് ആരാടാന്ന് ചോദിച്ചാ നീ ആരാടാന്ന് തിരിച്ചു ചോദിക്കണം. വേണം, ചോദിക്കണം. അത് ഞാൻ ചോദിക്കുന്നതും തച്ചോളി വർഗീസ് ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വർഗീസ് ആരാ? അന്യനാണോ? ഓമനയുടെ നേതാക്കളല്ലയോ? അവളിൽ എത്ര കത്തയച്ചു, എത്ര പേരെ പറഞ്ഞയച്ചു, എന്നിട്ട് അളിയിലെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഒരൊറ്റ തവണ അവിടം വരെ വന്നിരുന്നെങ്കിൽ അവന്മാർ ഇത്രയും കയറങ്ങ് മൂക്കയിലായിരുന്നു. ഇനി ഇപ്പൊ എന്ത് തടസ്സം ഉണ്ടായാലും ശരി, അളിയിലേയും കൊണ്ടേ ഞാൻ പോകൂ. അമ്മച്ചി ഒന്ന് കടുപ്പിച്ചു പറഞ്ഞാ മതി, അവൻ വരും. വരും വരും. അവന്റെ അപ്പനുണ്ടല്ലോ, നടുവിലെ കുന്നിൽ കളരി ഗുരുക്കൾ അഗസ്ത്യൻ വൈദ്യൻ. അതിയാനേക്കാൾ 7 മടങ്ങിന് മനസ്സുറപ്പുള്ളവനാ വർഗീസ്. കളരിയുടെ നേരും നെറിയും വിട്ട് ഒരു കാര്യത്തിനും അവനെ കിട്ടുകയില്ല. അതിന് നിങ്ങൾ ആരും മഞ്ഞുകൊള്ളുകയും വേണ്ട. ചേടാ, ഞാൻ പിന്നെ എങ്ങനാ തിരിച്ചു പോകുന്നേ? മാത്തുക്കുട്ടി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്, ആ പുത്തൂരാനെ വിളിച്ചോണ്ട് പോ. എന്നാത്തിനാന്നോ? അയ്യോടി, അവൻ അന്യനൊന്നും അല്ലല്ലോ, നിന്റെ പെമ്പിളയുടെ അനിയത്തിയുടെ കെട്ടിയോനല്ലയോ? പിന്നെ നിനക്കെന്താ ഒരു പുജ്ഞം? അവൻ ചില്ലറക്കാരനാണോ? ഒന്നുമില്ലേലും അവൻ വലിയൊരു കളരിക്കാരനല്ലയോ? നീ കണ്ണാകണം. നോട്ടമുണ്ടല്ലോ, അത് ശത്രുവിന്റെ കണ്ണിൽ നിന്നും മാറ്റരുത്. കണ്ണിൽ നോക്കി അവൻ എത്രക്കാരനാണെന്ന് അറിയണം. എന്നിട്ട് ഇടത്തെ കൈ ഇങ്ങനെ പൊക്കി വലത്തെ കൈ കൊണ്ട് കത്തി കത്തി. ഗുരുക്കളെ, ഇത് ഒന്നുകൂടെ അങ്ങ് പിടിപ്പിച്ചാട്ടെ, അപ്പൊ വേദന അങ്ങ് പോകും. ബാറ്റാ, കരീമേ, പുത്തൂരൻ കളരിയും തച്ചോളി കളരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിനക്കറിയാമോ? അറിയാം. ഒന്ന് പറഞ്ഞാട്ടെ. ഞങ്ങളെ പോലെ ഈ തൊഴിലുകൊണ്ട് ജീവിക്കുന്നവരെ വർഗീസ് അങ്ങോട്ട് കയറ്റുകയില്ല. അത് തന്നെ. അതെ, അത് നിന്റെയൊക്കെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. എന്നതാ? നിന്റെ ആങ്ങളുടെ കളരിയിൽ ഇവന്മാരി ഒന്ന് പെട്ടിരുന്നെങ്കിൽ നീയൊക്കെ തല്ലാൻ കൊള്ളാത്ത പരുവത്തിലായനെ. പിന്നെ വല്ല ചവിട്ട് നാടകത്തിനും പറ്റിയനെ. ചുമ്മാതല്ല കർത്താവ് ഇടയ്ക്കിടയ്ക്ക് കുഴ പിടിച്ച് തിരിക്കുന്നത്. എന്റെ അപ്പന്റെ മനപ്രാക്കൊണ്ടാ ഇങ്ങർക്ക് ഗതി പിടിക്കാത്തത്. പോടി അവിടുന്ന്. നിന്റെ അപ്പന്റെ പ്രാക്കും നീ പുത്തൂരാൻ ഏശുകല. എന്തോ സത്യത്തിൽ എന്റെ ഗുരുക്കൾ ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ലേ. അവളുടെ അപ്പനൊന്നുമല്ല, പിന്നെ സാക്ഷാൽ മതിലൂർ രാജൻ പണിക്കർ. അത് നിങ്ങൾ വരുത്തന്മാർക്കറിയല. രാജൻ പണിക്കർ ആരാണെന്ന് പുലിക്കാർപ്പിനോട് ചോദിച്ചു നോക്ക്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അതാ രാജൻ പണിക്കർ. അത് നേരാ. ആശാന്റെ നെഞ്ചത്തിട്ട് ചവിട്ടിയ ചല്ലയോ അയാള് രായ്ക്ക് രാമന് നാടുവിട്ട് ഓടിയത്. രാജൻ പണിക്കർ പിന്നെ എന്നെ വേണോടി?
നിന്റെ അപ്പന്റെ പിന്നാലെ എന്തും വാല് മാറ്റിക്കൊണ്ട് നടക്കണമായിരുന്നു. ആഹാ, ഓമനേച്ചിയെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശും പണ്ടോ എടുത്തോണ്ടാ ആ തെണ്ടി നാട് വിട്ടത്. ആ ചതി ഓർത്ത് തീ തിന്നാ എന്റെ അപ്പൻ നേരത്തെ അങ്ങ് പോയത്. ആ, അതുകൊണ്ട് നിന്റെ അപ്പനും രക്ഷപ്പെട്ടു, രാജൻ പണിക്കരും രക്ഷപ്പെട്ടു. മദ്രാസിൽ അയാളിപ്പോ ഒന്നാം തരം ഒരു കളരി നടത്തുക. അതേ, വെറും കളരിയല്ല, കരാട്ടയും അല്ലറ ചില്ലറ മുറകളൊക്കെ ചേർന്ന് ഇടപാടാ. എന്നാ പറ്റി? അവക്ക് കലിയേറിയതോട്ട് എന്റെ ഉളുക്കങ്ങ് മാറി. അതുകൊണ്ട് ആങ്ങളുടെ അടുത്ത് പോവാതെ രക്ഷപ്പെട്ടു. ആങ്ങള അവന് തീരുമാനറിയായിരിക്കും. പക്ഷേ ഒരഭ്യാസിയായിട്ട് ഞാൻ രാജമണിക്കണം അവനെ വഹിച്ചു കൊടുക്കില്ല. കളരിന്ന് വെച്ചാ അവനാണെന്നൊരു അഹങ്കാരമുണ്ട്. എന്റെ രാജമണിക്കരുടെ നേർക്കേറെ നിൽക്കുകയല്ല, നിന്ന മൂത്രൊഴിക്കും. മോനെ വർഗീസേ, ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നീ പരിചയം എടുത്ത് പിടിക്കരുത്. എന്നതാടാ ഒളിഞ്ഞു നോക്കുന്നേ? ഒരാപ്പുറത്ത് ചെറുക്കൻ. വലിയറയ്ക്കൽ അവറാച്ചന്റെ മോള് ആനിക്കുട്ടി അമ്മച്ചിക്ക് ഇഷ്ടമാണോ? ഏലിയാമ്മേ, ഇത് പറ, ആനിക്കുട്ടി എങ്ങനെ? അവള് ആള് കേമിയാ. പെമ്പിള്ളാരായാൽ അങ്ങനെ വേണം. അവളിനി കളരി പഠിക്കാൻ വേണ്ടി നിന്റെ അടുത്തേക്ക് വരാനിരിക്കുവാ. അതെ, അവള് സ്വന്തം ഇഷ്ടത്തിന് വരുവാന്നോ അതോ അമ്മച്ചിയും അവറാച്ചൻ മുതലാളിയും കൂടെ അവളെ കച്ച കെട്ടി ചിറക്കുവാന്നോ? അവള് കളരിയിൽ എന്തോ ലിസർച്ച് ചെയ്യാനോ മറ്റോ വരുവാ. ലിസർച്ച് ചെയ്യാൻ എന്താ? ഒന്നുമില്ല. അല്ലാതെ നിന്നെ മയക്കാനൊന്നും വരുവല്ല. വന്നോട്ടെ, എനിക്കൊരു വിരോധമില്ല. പക്ഷെ അവളെ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കണ്ട, അത് നടക്കില്ല. അവക്ക് എന്നതാടാ ഒരു കുഴപ്പം? അവക്കൊരു കുഴപ്പമില്ല, അവളുടെ അപ്പനാ കുഴപ്പം. അയാൾ ആ രാജൻ പണിക്കരെ വിലക്കെടുത്ത പോലെ എന്നെ വിലക്കെടുക്കാൻ നോക്കുക, അത് നടക്കുകയില്ല. എടാ മോനെ, രാജൻ പണിക്കരാരാ നീ ആരാണെന്ന് അവറാച്ചൻ മുതലാളിക്ക് നല്ലോണം അറിയാം. നീ അങ്ങേരുടെ മരുമോനായിട്ട് വേണം രാജൻ പണിക്കരെ ഒരു പാഠം പഠിപ്പിക്കാൻ. ഇത് അവറാച്ചന്റെ ആഗ്രഹമല്ല, എന്റെ ആഗ്രഹവും. ഈ വർഗീസച്ചൻ ഒരു ഭയങ്കരനാ, എന്നെ മൈൻഡ് ചെയ്യത്തേയില്ല. മോൾ അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ അവന്റെ ഓരോ അടവുകളല്ലയോ. ഞാൻ തലശ്ശേരി പോയി അവിടുത്തെ കളരി പഠിക്കാൻ പോവാ. മോള് വർഗീസിന്റെ കളരി തന്നെ പഠിക്കണം. അതേ എന്റെ അവറാച്ചൻ മുതലാളിയുടെ ഒരു ആവശ്യമാ, അറിയാവോ? എന്നതാ? മോക്ക് അവനെ ഇഷ്ടമല്ലയോ? ഇതാ എനിക്ക് പിടിക്കാത്തത്. ഇഷ്ടമാണെന്ന് പറയാൻ മേലെങ്കിൽ ദാ എന്നെ ഒന്ന് പിച്ചിക്കും. ഈശോ, എന്നാ വേദനയാ. ശരി, അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്നാലേ അവനാണെങ്കി ഈ ജന്മം പെണ്ണ് കെട്ടുകയില്ലാന്ന് വാശി പിടിച്ചിരിക്കുക. അവനെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റുകയല്ലോ. ശരിയാ, അവനെ കൊണ്ട് നീ അടിയറവ് പറയിക്കണം. അവന്റെ അപ്പനുണ്ടല്ലോ, നടുവിലെ കുന്നിൽ കളരി കുരുക്കൽ അഗസ്ത്യൻ വൈദ്യൻ. അങ്ങേര് പെണ്ണെന്ന് കേട്ടാ അപ്പ ഉറുമിയെടുത്ത് വീശുന്ന കൂട്ടത്തിലായിരുന്നു. ഒടുവിൽ ഈ ഏലിയമ്മ ഇടത് വീശി വലത് വീശി വലിഞ്ഞമർന്ന് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ആ വരുതിക്കേ നടക്കുന്നായി. അറിയാവോ? പെണ്ണിന്റെ ചന്തവും ഡാൻസും കൂത്തുമൊക്കെയാ അവരുടെ ഉറുമിയും വാളും ഒക്കെ. മേനകാന്നും പറഞ്ഞൊരു മാലാഹ കൊച്ചിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അവളെ വലിയൊരു പുണ്യാളനുണ്ടായിരുന്നല്ലോ, എന്നതായുടെ പേര്? മിശികാപുത്രൻ. അയ്യോ അമ്മച്ചി, മിശികാപുത്രനല്ല, വിശ്വാമിത്രൻ. ആ, എന്നാ മാങ്ങാത്തൊലിയെങ്കിലും ആവട്ടെ. അവൾ അയാളെ കൊണ്ടൊരു കൊച്ചിനെ ഉണ്ടാക്കി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മണവാളന്റെ കുപ്പായം ഇടിയിച്ച് നീ അവനെ അൾത്താരയുടെ മുന്നേ കൊണ്ടുവന്ന് നിർത്തണം. ഏറ്റെന്ന് പറയാൻ മേലെങ്കിൽ പപ്പ ഇല്ലേ മമ്മി? അങ്ങനെ വേറെ ആണുങ്ങളുള്ള വീട്ടിൽ നിന്ന് കെട്ടാൻ പോയി. അങ്ങനെ ഇങ്ങോട്ട് വരുമോ? പോടോ, നല്ല ചുട്ടടി വെച്ചരും. എന്റെ അമ്മച്ചി, ജോണിയുടെ അപ്പം പിണങ്ങി അങ്ങേരുടെ വീട്ടിൽ പോയിരിക്കുക. പിന്നെ അവൻ പിണങ്ങുന്നു, അതിനുള്ള ഉശരൊന്നും അവനില്ല. അയ്യോ, എന്റെ പൊന്നും കുരിശ് മുത്തപ്പനാണ് സത്യം. വല്ല നാട്ടിലും അഭിമാനം കളഞ്ഞ് ജീവിക്കാൻ കഴിയലെന്നും പറഞ്ഞു പോയതാ. ആരെടി അവന്റെ അഭിമാനം കളഞ്ഞേ? സഹോദര സ്നേഹമുള്ള എന്റെ ഒരു പുന്നാര സഹോദരനാ. ഇവൻ ഒറ്റയൊരുത്തൻ കാരണം എനിക്ക് ഗതിയോട് വന്നത്. ചേച്ചി, ഞാനൊരു ഐഡിയ പറയാം. ചേച്ചി ഇനി വയനാട്ടിലോട്ടൊന്നും പോണ്ട, ഇവിടെ അങ്ങോട്ട് ഓടിക്കോ. അമ്മച്ചി, ദൈവം പറയുന്ന കേട്ടോ. വല്ല നാട്ടിലും ആടിനെയും കോഴിയും ഏലക്കയും കുരുമുളകും ഒക്കെ കളഞ്ഞു വെച്ച് ഞാൻ ഇങ്ങോട്ട് പോരാനോ? അപ്പൊ ജോണിയുടെ അപ്പന്റെ കാര്യോ? അതും അങ്ങ് പൊയ്ക്കോട്ടെ. പപ്പ നിൽക്കുന്നു.
ആഹാ നിങ്ങൾ ഒന്നിച്ചു വന്നോടി ഈ തിരിമറിയലൊക്കെ ഇറങ്ങി ചെന്ന് തന്തയെ വിളിച്ചോണ്ട് വാടാ. ഇവന്റെ ഈ ഒളിഞ്ഞോട്ടം കൊണ്ട് ഇങ്ങനെ ചില ഗുണമുണ്ട്. അയ്യോ എന്റെ കർത്താവേ, ഇത് എവിടുന്ന് വരുന്നു? ചുമ്മാ വേല ഇറക്കാതെ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് പോകാനാ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത്. അയ്യോ എന്റെ പരിമലപ്പള്ളിയാണ് സത്യം. വർഗീസ് അളിയൻ വയനാട്ടിൽ കാല് കുത്താതെ ഞാൻ തിരിച്ചു വരികയില്ലെന്നും പറഞ്ഞു പോയ മനുഷ്യനാ ഇപ്പൊ ദേ വരുന്നു. ബാബാ ഇയാളെന്നെ അവിടെ നിന്ന് കളഞ്ഞേ. അല്ലേ നിങ്ങളിത് എവിടുന്ന് വരുന്നു? നീയപ്പോ സൈഡ് മാറിയോ? കണ്ടിട്ടേ ഇല്ലാത്തത് പോലെ. എന്നെ അവിടെ നിർത്തിയാ ചെല്ലിയോ ഇവിടെ ഇങ്ങോട്ട് വന്നത്? അതെ ഞാനായിരിക്കത്തില്ല, നിങ്ങളുടെ മറ്റോളായിരിക്കും. തെമ്മാടത്തിനെ പറഞ്ഞാണല്ലോ പരിസരമൊന്നും ഞാൻ നോക്കില്ല. എന്റെ കർത്താവേ, ഞാനാണല്ലോ എല്ലാവരുടെ മുമ്പിലും മോശക്കാരിയാവുന്നേ. ഈ നെഞ്ചത്തടിയും നിലവിളിയും ഒന്നും കണ്ടെന്ന് വെച്ച് എന്റെ മനസ്സലിയല. നേരും നെറിയും ഇല്ലാത്ത കാര്യത്തിന് കൂട്ട് നിന്ന് തല്ലാനും കൊല്ലാനും അല്ല ഞാൻ കളരി പഠിച്ചതും പഠിപ്പിക്കുന്നതും. അതിനെന്നെ കിട്ടിയല്ല. നിന്റെ വായിന്ന് നേരിട്ടാവെന്ന് കേൾക്കണമായിരുന്നു. പക്ഷേ നീ ചെവിക്കുന്നുള്ളിക്കോ. നീ വന്നില്ലെങ്കിലും വയനാട്ടിൽ ഞങ്ങൾ പയറ്റും. തച്ചോളി വർഗീസ് വന്നില്ലെങ്കിൽ പുത്തൂരാനെ കൊണ്ടുപോയി ഞങ്ങൾ അംഗം വെട്ടും. ഇത് സത്യം, സത്യം, സത്യം. തുടങ്ങാം. ഇടത്ത് ചവിട്ടി ഇടത്തേതെടുത്ത് വലത്തോട്ട് വെച്ച് വലത്ത് മാറി വീതി ചുരുക്കി അമർന്ന് ഇടത്ത് ഇടത്തോട്ട് ഇടത്ത് വലത്തോട്ട് വലത്ത് കൊണ്ട് വീതി ചുരുക്കി ചാരിക്കെട്ടി തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞു താരി. പുത്തൂരനെ സൂക്ഷിച്ചു വേണം, അതുങ്ങൾ ചത്തുപോകും. പോയി വടി പോയി. നിന്നെ വടിയെടുക്കടാ. എന്റെ ഒരു കളരി അല്ല പിന്നെ സാറാമ്മ മടത്തി ചേരാൻ പോവാന്ന്. ഏത് സാറാമ്മ? ദേ നിക്കുന്നു നിങ്ങളുടെ പുന്നാര അനിയത്തി. നീ ഒന്ന് അടങ്ങടി. എടീ, ചെറിയ പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റതങ്ങ് നടത്തും. എന്നതാ? മതി മതി, ആവേശം കൂടി കയ്യിന്റെയും കാലിനും കുഴ തെറ്റരുത്. എടിയാ, മത്സരം കഴിയുമ്പോ 7 സാറാമ്മമാരെ കെട്ടിക്കാനുള്ള കാശ് ഈ പുത്തൂരാന്റെ കയ്യിലുണ്ടാവും. നീ കയറ് പൊട്ടിക്കാതെ. വേണ്ടി വന്നാൽ വർഗീസിന്റെ കല്യാണം നടത്തുന്ന കൂട്ടത്തിൽ നിന്റെ നടത്തും. അതിനകം ഒരു ചേകവൻ എവിടെന്നെങ്കിലും തട്ടിക്കൂട്ടാം. അത് വേണ്ട ചയ. എന്നതാടി? കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുള്ള ജോർജ് ഊട്ടിയും സാറാമ്മയും തമ്മില് സന്തോഷമാ. സന്തോഷമാണെന്ന് പറഞ്ഞ് അവൻ ഓശാരത്തിലൊന്നും നിന്നെ കെട്ടണ്ട. അവൻ ചോദിക്കുന്ന പോക്കറ്റ് മണി ഞാൻ പുല്ലുപോലെ കൊടുത്തോളാം. മത്സരം ഒന്ന് കഴിഞ്ഞോട്ടെ. ഓ, എനിക്ക് തോന്നുന്നില്ല. എന്നതാ? ഇത് ഞാൻ വേണേ എന്നെ തല്ലിക്കൊന്നോ, എന്നാലും ഞാൻ പറയും. എന്നതാടി? നിങ്ങളുടെ പിത്തലാട്ടത്തിനൊന്നും വർഗീസ് അച്ചായനെ കിട്ടുകയല്ല. നീ നിന്റെ കരുണാകൃതി വീശാതെ. അല്ലെങ്കിൽ തന്നെ രാജൻ പണിക്കര് ഈ നാട്ടിൽ വന്ന് ഇച്ചായന്റെ കൂടെ പയറ്റുവെന്ന് ഞാൻ വിശ്വസിക്കല. എടി, അയാൾ വരും. വരേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിന്റെ ആങ്ങളെ അവൻ മുട്ടുകുത്തിക്കുന്ന എനിക്കൊന്ന് കാണണം. അത് കഴിഞ്ഞാൽ ഞാനും രാജൻ പണിക്കരും കൂടി ഇവിടെ ഒരു കളരിയിടും. ഈ നാട് ഞങ്ങൾ കിളികില വിറപ്പിക്കും. പുത്തൂരാനും മതിലൂർ രാജൻ പണിക്കരും കൂടി ഈ നാടൻ അടക്കി വാഴുമടി ചൂലേ.
നീ നോക്കിക്കോ. കളരിയാണോ കരാട്ടയാണോ കേമോ എന്ന് ചോദിച്ചാ ഞാൻ കരാട്ടെ എന്ന് പറയൂ. ചുമ്മാതല്ല, ബാംഗ്ലൂർ വെച്ച് എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നതാടോ? ചുടുകട്ടയും ഇതുപോലുള്ള തേങ്ങയൊക്കെ രാജൻ പണിക്കർ പൊട്ടിക്കുന്നത്. ഛോ, ഓ അതാണോ വലിയ ആന കാര്യം? എങ്ങനെ പൊട്ടിക്കുന്നറിയോ? ഇങ്ങോട്ട് നോക്കേ, കൈയുടെ ഈ ഭാഗം കൊണ്ടേ ഒരൊറ്റ വെട്ട്. ചേടാ, ഇടിക്കാൻ പോവാന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ തേങ്ങ അങ്ങോട്ട് തരികയല്ലായിരുന്നോ? ഒരു ഇടി വെറുതെ പോയില്ലയോ? വല്ലടോ പൊട്ടിയോടോ? ഭാഗ്യം കൊണ്ട് തറയ്ക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. അതല്ല, തന്റെ കൈയുടെ എല്ലുവല്ലും പൊട്ടിയൊന്നാ ഞാൻ ചോദിച്ചത്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ കരാട്ടയും കൂടി അറിയാവുന്ന രാജൻ പണിക്കരോട് കയറി കളരിന്ന് പറഞ്ഞ് മത്സരിക്കാൻ ചെന്നാൽ വർഗീസ് അളിയന്റെ എല്ലുണ്ടല്ലോ ചുടുകട്ട പോലെ പൊട്ടും. അതൊക്കെ തന്നെക്കാൾ ഫേഷായിട്ട് വർഗീസളിൽ അറിയാടോ. അളിയൽ അതിന്റെ 7 അയലോകത്തോട്ട് പോകത്തില്ല, അറിയാവോ? പക്ഷെ പ്രവിത്താനത്തെ വെച്ച് നിർബന്ധിച്ച വർഗീസ് അച്ഛൻ പിന്മാറുകയല്ല. നേരാ. അച്ഛൻ എന്നെ കണ്ണീച്ചോറില്ലാത്തവനാണോ? അളിയനെ കൊലക്ക് കൊടുത്തിട്ട് വേണോ അച്ഛൻ അനാഥാലയം പണിയാൻ? വർഗീസിനെ കൊല്ലാനോ അടിയറ പറയിക്കാനോ ഏതൊരുത്തനുണ്ടടാ ഈ ഭൂമിയില്? എന്റെ പള്ളേ കിടന്ന് ഓതരം കടകം പറഞ്ഞ് കളറിത്തായം പഠിച്ചാണ് അവന്. അവന്റെ മുമ്പിൽ രാജമണിക്കര് വന്ന് നിന്നാല് എന്റെ കർത്താവേ, വർഗീസ് അവനെ കൊല്ലാതെ വിടണേന്നാ എന്റെ പ്രാർത്ഥന. അമ്മച്ചി എന്നെ കരുതിക്കൊണ്ടേ കേമത്തരം പറയുന്നേ. ഉശിര് കാണിക്കാൻ വയനാട്ടിലോട്ട് വിളിച്ചിട്ടേ പേടി അഭിമാനവും കാരണം മാറിക്കളഞ്ഞാ വർഗീസ്. കാള പറ്റെന്നറിയുമ്പോ കയറെടുക്കാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ പാട്ടിന് പോ. വർഗീസ് ഒന്നും അങ്ങോട്ടിൽ ഇറങ്ങിയല്ല. അവൻ ഇറങ്ങിയാലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നടുവിലെ കുന്നിൽ കളരി കുരുക്കൽ അഗസ്ത്യൻ വൈദ്യന്റെ മോനാണേ അവൻ ഇറങ്ങിയിരിക്കും. പിന്നെ ഇറങ്ങും. അവൻ അന്തസ്സും അഭിമാനവും വീറും ചൊണയുള്ളവനാ. അവന്റെ അപ്പനെ ചതിച്ചവനോട് അവൻ പകരം ചോദിക്കും. പോരെങ്കിൽ പള്ളിവക അനാഥാലയത്തിന് 4 കാശുണ്ടാക്കാൻ കൂടിയല്ലേ. എന്റെ കൊക്കിന് ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അവനെ കച്ചകെട്ടി ചിറക്കിയിരിക്കും.